അയിലമത്തി കാരിക്കടവ തിലോപ്പിയ നോക്കട്ടെ. ഇന്ന് കാക്ക മലന്ന് ഉറക്കൂല്ലോ. അല്ല, നീ ഇതുപോലെ മീനൊക്കെ മേടിച്ചോണ്ട് വരുന്നതേ ആദ്യമായിട്ടാണെന്നായിരിക്കും. അല്ല, ഏറെക്കുറെ അതുപോലെ ആണല്ലോ. താറാവ്. ഇത് താറാവാണോ? എനിക്ക് ഓർമ്മയുണ്ട് 2 താറാവിനെ സിംഗിനകത്ത് കൊണ്ടിട്ടത്. ഓ, എന്റെ മീനിനെ കൊണ്ട് അപ്പുറത്ത് കൊടുത്തത് ഏത്? നീന്തുന്ന മീൻ. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പല പല അവസരങ്ങളിൽ ഞാൻ മീൻ വാങ്ങിച്ചതിന്റെ തെളിവുകളുണ്ട്. ഇതെന്താണ് ഇതിന് ഇത്ര ക്ലോറിന്റെ മണം? ഒരു ക്ലോറിന്റെ മണവും ഇല്ല ചേച്ചി, ചുമ്മാ അങ്ങ്. അല്ലടാ, ശരിക്കും നീ എവിടെ നിന്ന് മേടിച്ചത്? ശരിക്കും നോക്കുന്നത് അല്ലേ ചേച്ചി? ഞാൻ ഒരാൾ ചൂണ്ടിട്ടോണ്ടിരിക്കണെന്ന് വാങ്ങിച്ചാണ് കിലോ 200 രൂപയ്ക്ക്. എടാ സത്യം പറയടാ, ആരാണ്ട് കളയാൻ വെച്ചിരുന്ന മീൻ നീ പൂച്ചയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് 5 രൂപയ്ക്ക് മേടിച്ചോണ്ടല്ലേ? അയ്യോ സത്യമല്ല, ഈ ഞാൻ കഴിക്കുവോ? കണ്ടാ ക്ലോറിന്റെ മണമില്ലേ? ഇതുവേണ്ട, ക്ലോറിനിട്ട് വെച്ച മീൻകറി കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇന്ന് കൂട്ടാ. ഇന്ന് നമ്മൾ ഇവിടെ അതാ ഉണ്ടാക്കുന്നത്. അല്ലേ? ക്ലോറിന്റെ മണല്ലേ? എടാ, കൈക്കൂലിയായിട്ട് മീനെങ്ങാനും കിട്ടണമെങ്കിൽ അതെല്ലാം കൂടെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരണം. എന്തിനാണ്? അയ്യോ, കൈക്കൂലി ഒന്നുമല്ല, ഇത് ഞാൻ ചൂണ്ടായിട്ട് ഒരുത്തം പിടിച്ചോണ്ട് അവന്റെ വാങ്ങിച്ചോണ്ട് വന്നത്. സത്യം. നിന്റെ പോലീസ് ബുദ്ധി പോരാ, മീൻ നോക്കി മേടിക്കാന്ന് മനസ്സിലായില്ലേ? പൈസ അത് കൊടുത്തെന്ന് തന്നെയാ. പൈസ കൊടുത്താ നീ? പൈസ കൊടുത്തു വാങ്ങിച്ചു 200 രൂപ കിലോ. അങ്ങോട്ട് ഇങ്ങടുത്ത് അവനെ സഞ്ചിയിലിട്ട് തന്നു നിനക്ക്. ഓ, ഇത് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ചില മീനുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും സ്മെല്ല്. അങ്ങനെ അത് മീനുകൾക്ക് ഉണ്ടാവും പലതരം മണങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ്. അതെ, ഒരു ഉളുമ്പ് മണം, അതെല്ലാം മീനുള്ളത്. പിന്നെ ചിലവന്മാര് മീനിനെ പിടിക്കാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ അതിലെടുത്തിടും വെള്ളത്തിൽ. അളിയന്റെ ഈ മൃഗങ്ങളും പക്ഷികളും മീനുകളെ കുറിച്ചുള്ള അറിവ് ഭയങ്കര സ്മെല്ല്. എനിക്കിപ്പാണ് ഗുണമായി കേട്ടോ അളിയന്റെ അറിവുകൾ. രക്ഷപ്പെടുത്തിയല്ലേ ഞാൻ കൈക്കൂലി വാങ്ങിച്ചോണ്ട് ചുമ്മാ അടിച്ചിറക്കുവാണ്. ഞാൻ കൊണ്ടുവന്ന എന്തെങ്കിലും കുറ്റം എന്നെ പറയാനിരിക്കും. ഇതിന്റെ എന്ത് ചെയ്യാൻ അടുത്തോട്ട് പോടാ? അയ്യേ, ഇത് നല്ല അങ്ങോട്ട് മുളകൊക്കെ വെച്ച് പുളിയൊക്കെ വെച്ചൊരു മുളക് കറി. പുളി വെച്ച് മുളക് കറി ഇത് തന്നെ അങ്ങ് വെച്ചാൽ മതി, ഇച്ചിരി പുളി കൂട്ടിയിട്ട്. അതെന്ത് വർത്താനം? മീൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് മീൻ കഴിക്കാന്ന് ചോദിച്ചോണ്ടോ പുളിയിട്ട് വെച്ചു വിടുക, അവൻ കഴിക്കട്ടെ. പുളിട്ട് വെച്ച് കൊടു, അവൻ കഴിക്കട്ടെ. കണ്ണാ നിക്ക് കണ്ണാ അവിടെ. അങ്ങനെ പറയല്ലേ, അമ്മുമ്മയുടെ ചക്കര കുട്ടനല്ലേ, ഇങ്ങനെ വാശി പിടിക്കല്ലേ കണ്ണാ. ദേ സ്കൂളിൽ ലേറ്റ് ആയിട്ട് പോയാലേ ടീച്ചർ ക്ലാസ്സിൽ കയറ്റുകയല്ല, പറയുന്നത് കേക്ക്. ബാ ഇങ്ങോ. എന്താ കണ്ണാ ഇത്? കണ്ണിന് വേണ്ട പോലത്തെ കളറിംഗ് ബുക്ക് ഞാൻ പല കടയിലും നോക്കി, ഇവിടെ എങ്ങും കിട്ടാനില്ല. തൽക്കാലം നിന്റെ കയ്യിലുള്ള ഏതെങ്കിലും കളറിംഗ് ബുക്കിൽ ഒന്ന് കളർ ചെയ്തോണ്ട് പോ കണ്ണാ. കണ്ണാ ഇങ്ങനെ വാശി പിടിക്കല്ലേ കണ്ണാ. ബാ വേഗം വാ, റെഡി ആക്കി തരാം. ഞാൻ അമ്മയെ വിളിച്ച് പറയണോ? പറ്റൂല. എന്ത് പറ്റൂല? എന്തുവാടാ കിടന്ന് അലക്കുന്നത്? നിനക്ക് സ്കൂളിലൊന്നും പോണ്ടേ? കളർ ബുക്ക് വേണം. ഇവൻ യൂട്യൂബിൽ ഒരു കൊച്ചു കളർ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ്ടോ കണ്ടു. അപ്പൊ തുടങ്ങിയതാ കളറിംഗ് ബുക്ക് വേണമെന്ന് പറഞ്ഞോണ്ട് വാശി. ഞാൻ ഇവിടുത്തെ കടയിലൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു ബുക്ക് ഇല്ല. എനിക്ക് കളർ ബുക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. അങ്ങനത്തെ കിട്ടാനില്ലെന്ന് പറഞ്ഞില്ലേ കണ്ണാ? അത് കിട്ടും. കണ്ണം പറഞ്ഞ കളർ ബുക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെ? ചെറുക്കം വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത് കേട്ടോ. സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ അമ്മച്ചി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. എവിടെ സന്ദേശം പറ. ഓൺലൈൻ. പെട്ടെന്ന് വാങ്ങിച്ചേ. അപ്പൊ കണ്ണിന്റെ പ്രോബ്ലം സോൾവ് ആയല്ലോ. സുമേഷ് മാമ വാങ്ങിച്ചു തരും കേട്ടോ. അമ്മച്ചി എനിക്ക് നോക്കാനല്ലേ പറ്റത്തുള്ളൂ. അതെന്താ? കാശ് വേണ്ടേ? അതിന് ഇതിനൊക്കെ ഭയങ്കര വിലയാവോ? നിസാര പൈസയിലുള്ള അമ്മച്ചി ഇറക്കം കൂട്ട്. അമ്മൂമ്മ പ്ലീസ് അമ്മ വാങ്ങിച്ചേ. ശരി, ഞാൻ വാങ്ങിച്ചു തരാം. നീ ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തോ, പൈസ തരാം. ഓർഡർ ചെയ്യും. ഇവിടെ എനിക്ക് ഈ ലൈറ്റ് എത്തുന്ന വാച്ച് കൂടെ ഓർഡർ ചെയ്യാൻ പൈസ തരണേ. നിനക്ക് ഇതിനാ ലൈറ്റ് എത്തുന്ന വാച്ച്? അമ്മ നമുക്ക് നടക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ അറിയാൻ പറ്റും, നമ്മൾ എത്ര ദൂരം നടന്നൊക്കെ. വീട്ടിൽ ചുറിയും കുത്തിരിക്കുന്ന നിനക്കാ വാച്ച്. പോടാ ഇറക്കാടുന്നു. വേണ്ട കണ്ണമ്മ, നമുക്കിനി റെഡി ആയിട്ട് വേഗം സ്കൂളിൽ ലേറ്റ് ആയി. ദൈവമേ, ഇറങ്ങിയോ? ടീം ഇറങ്ങിയോ? സ്റ്റാർട്ട് കൊടുക്കില്ല, ഞാൻ വരുന്നത്. ഇന്ന് പബ്ജിക്കത്തിട്ടമാരെ ഞാൻ പൊരിക്കും.